കൊച്ചിയുടെ തീരക്കടലിൽ മുങ്ങിയ കപ്പലിലെ എണ്ണച്ചോർച്ച തടയാനുള്ള ദൗത്യം ആരംഭിച്ചു. 12 മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ദൗത്യം പുരോഗമിക്കുന്നത്. ടാങ്കുകളിൽ നിന്നുള്ള എണ്ണ നീക്കം ചെയ്യലും രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ പുറത്തെടുക്കലും അടുത്ത ഘട്ടമായി നടക്കും. കേരള തീരത്തു നിന്നും 13 നോട്ടിക്കൽ മൈൽ അകലെയായി മെയ് 25-ന് കടലിൽ മുങ്ങിയ MSC എൽസ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച തടയാനുള്ള ആദ്യഘട്ട ദൗത്യം ആരംഭിച്ചു. ജൂൺ 5 മുതൽ ആരംഭിച്ച പ്രാഥമിക പരിശോധന പൂർത്തിയായതിനു പിന്നാലെയാണ് ദൗത്യസംഘം പുറപ്പെട്ടത്. 12 അംഗ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെട്ട സംഘമാണ് സീമക് 3 എന്ന കപ്പലിൽ കടലിലേക്ക് തിരിച്ചത്. ഇന്ധന ടാങ്കുകളിലെ സുഷിരങ്ങളിലൂടെയും ഇന്ധന പൈപ്പുകൾ ഘടിപ്പിക്കുന്ന ഭാഗത്തുമുള്ള ചോർച്ചകൾ അടയ്ക്കുകയാണ് സംഘത്തിന്റെ ആദ്യഘട്ട ദൗത്യം. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജലത്തിനടിയിൽ പ്രവർത്തിക്കുന്ന വിദൂര നിയന്ത്രിത യന്ത്രസാമഗ്രികളുടെ സഹായത്തോടെയാണ് ദൗത്യം പുരോഗമിക്കുന്നത്. നിലവിലുള്ള ഇന്ധന ചോർച്ചകൾ അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായി ടാങ്കുകളിലുള്ള ഇന്ധനം ഹോട്ട് ടാപ്പിംഗ് സംവിധാനത്തിലൂടെ പുറത്തേക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ജൂൺ 13 മുതൽ ടാങ്കുകളിൽ നിന്നും എണ്ണ നീക്കം ചെയ്യാനുള്ള ശ്രമം തുടങ്ങും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ജൂലൈ 3-ന് മുൻപായി ഇന്ധന ടാങ്കുകളിലെ എണ്ണ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കപ്പൽ മുങ്ങിയതിന് പിന്നാലെ കടലിൽ വെള്ളത്തിന് മുകളിൽ പടർന്ന എണ്ണപ്പാട നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കോസ്റ്റ് ഗാർഡ് കപ്പലായ ICGS സമുദ്രപ്രഹാരിയുടെ നേതൃത്വത്തിൽ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളും സമാന്തരമായി നടക്കും. തിയോഫിൻ, കൈരളി ന്യൂസ്, കൊച്ചി.